ഹലോ. അപ്പോഴേ ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ്. തെങ്കാശിയിൽ വന്നിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴെന്തായാലും ഞാൻ പോകുന്നത് ഇവിടെ തെങ്കാശിയിൽ നിന്നും ഒരു 5 കിലോമീറ്റർ ദൂരെയായിട്ട് കുറ്റാലമുണ്ട്. അറിയാമല്ലോ, എല്ലാവർക്കും കുറ്റാലം അറിയാമല്ലോ. അപ്പോഴേ ആ ഒരു കുറ്റാലത്തിൽ ഇപ്പോഴ് കുളിക്കാൻ അനുമതിയില്ല. കാര്യം ഒരുപാട് ഒഴുക്കായതുകൊണ്ട് അങ്ങോട്ടേക്ക് ആരെയും കുളിക്കാൻ അനുവദിക്കുന്നില്ല. മെയിനായിട്ട് ഞാനിങ്ങനെ വെള്ളച്ചാട്ടങ്ങളിലൊന്നും പോയി കുളിക്കാറൊന്നുമില്ല. അത് കാണുന്നതാണ് ഇഷ്ടം. വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വന്ന് വീഴുന്നത്, നല്ല പതപതാന്ന് പതഞ്ഞ് വീഴുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോഴത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, കുളിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പോകുന്നത്. അപ്പോഴെന്തായാലും അങ്ങോട്ടേക്ക് ഞാൻ ലക്ഷ്യമിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന്, അതായത് തെങ്കാശി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറച്ച് ഒരു 1/4 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിലെത്തും. തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും കുറ്റാലത്തേക്ക് പോകാൻ ഒരുപാട് ബസ്സുകളുണ്ട്. അപ്പോഴെന്തായാലും ഞാൻ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലും ഭയങ്കര മഴയാണ്. വരുന്ന വഴിക്കൊക്കെ അതായത് ആറുകളെല്ലാം നല്ല സ്ട്രോങ് ചായ പോലെയാണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ മലനിരകളിലെല്ലാം കോടമഞ്ഞെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോഴങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ വന്നിരിക്കുവാണ്. ഇപ്പോൾ ഞാൻ നടന്ന് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നടന്ന് ഒരു റോഡിലേക്ക് വരും. ആ ഒരു റോഡിലേക്ക് വന്നിരിക്കുവാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമിട്ട് പോയപ്പോൾ എവിടെയായിട്ട് നോക്കി ഒരു പശു വെള്ളം കുടിക്കുക. ഇങ്ങോട്ടേക്ക് വന്ന ട്രെയിനിൻ്റെ സമയം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പം ഉപകാരപ്പെടും. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നത് കൊല്ലത്തുനിന്നാണ് വന്നത്. കൊല്ലത്തുനിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്കൊരു ട്രെയിനുണ്ട്. 16102 16102 അങ്ങനെയാണ് ട്രെയിൻ നമ്പർ. കൊല്ലത്ത് നിന്നും ചെന്നൈ എഗ്മോറേക്ക് പോകുന്ന ട്രെയിനാണത്. ഉച്ചയ്ക്ക് 12 മണിക്ക് കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം 3:15 ആകുമ്പോൾ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലെത്തും. നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിൽ വന്നാൽ കറക്റ്റ് സമയമായിരിക്കും. ടിക്കറ്റ് ചാർജ് 50 രൂപയേ ഉള്ളൂ ജനറൽ കമ്പാർട്ട്മെൻറ്റ്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഈ കൊല്ലത്ത് നിന്നും തെങ്കാശി വരെ വരുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. തെങ്കാശിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ട്രെയിനിലേക്ക് കയറുന്നുണ്ട്. അപ്പോഴെന്തായാലും ആ ട്രെയിനിലാണ് ഞാൻ വന്നത്. ഞാനിങ്ങനെ നടന്ന് വന്നപ്പോൾ ഒരു സിനിമാ തിയേറ്റർ എത്തിയിരിക്കുവാണ്. ഇവിടെ വന്ന് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. നല്ല തിയേറ്ററാണ്. PSS. മഴ ചാറ്റൽ ശക്തിയായിട്ടുണ്ട്. നമുക്ക് കുടയെടുത്തേ പറ്റുള്ളൂ. കുട പിടിക്കാതെ നടക്കാമെന്നാണ് വിചാരിച്ചത്. ഇത് ഞാൻ മൈസൂരിൽ നിന്ന് വാങ്ങിയ കുടയാണ്. കുടയുടെ ഉദ്ഘാടനമാണിന്ന്. 200 രൂപയ്ക്ക് വാങ്ങിയ കുടയാണ്. നല്ല കുടയാണ്. ഇദ്ദേഹം കർച്ചീപ്പൊക്കെ തലയിട്ട് നടക്കുവാണ്. അതുകൊണ്ട് ഒട്ടും നനയില്ല. ഇതെവിടെ നോക്കുമ്പോൾ ദൂരെയായിട്ട് നോക്കേ തെങ്കാശി കാശി വിശ്വനാഥ ക്ഷേത്രം. ആ അമ്പലത്തിൻ്റെ പേരിലാണ് ഈ ഒരു സ്ഥലത്തിന് തെങ്കാശി എന്ന് പേര് വന്നത്. തെക്കിൻ്റെ കാശി എന്നൊക്കെ ഇവിടെ ഉള്ളവർ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് തെങ്കാശി എന്നായി. എന്തായാലും നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തൂടെ നടന്ന് കുറ്റാലത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇതവിടെ ആയിട്ടൊരു KSRTC ബസ് കിടപ്പുണ്ട്. അത് കൊല്ലത്തുനിന്ന് വന്ന ബസ്സാണ്. നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടത് ഇതോ അങ്ങോട്ടേക്കാണ്. ഞാൻ ആ ഒരു അമ്പലത്തിൻ്റെ പരിസരം ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറ്റാലത്തേക്ക് പോകാം. അപ്പോഴെന്തായാലും ഞാൻ നേരെ നടന്ന് അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. ആ അമ്പലത്തിൻ്റെ ഗോപുരം ഞാൻ മുമ്പ് വന്നപ്പോൾ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുമായിരുന്നു, പെയിൻറ്റിംഗ് ഒക്കെ നടക്കുമായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമുക്ക് പോയി നോക്കാം. എവിടെയായിട്ട് നോക്കിയാൽ വേറൊരു വലിയൊരു പ്രതിഷ്ഠയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ ചെറിയ അമ്പലങ്ങളെല്ലാം കാണാം. കേരളം വിട്ടു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അമ്പലങ്ങൾ കാണാം. തൊഴുത് മരിക്കും. ഇതാ നോക്കിയാൽ ഫുട്പാത്തിൽ രാജസ്ഥാൻ മാർബിൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രിപ്പില്ലാത്ത ചെരുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലേ തെന്നി നേരെ ഓടയിൽ കിടക്കും. ഇതാ ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെയും കാണാം ഒരു ചെറിയൊരു അമ്പലം. എല്ലാ ഭാഗത്തും ഉണ്ട് ചെറിയ അമ്പലങ്ങൾ. അയ്യോ, കാറ്റ്. എൻ്റെ 200ൻ്റെ കുട ഇന്ന് തീരുമാനമാവും തോന്നുന്നു. നമ്മൾ ഏതൊക്കെയോ ഒരു വഴിയിലൂടെ നടന്നു വന്നപ്പോൾ ഇതാ അവിടെ ആയിട്ട് അമ്പലത്തിൻ്റെ ഗോപുരം കാണാം. നമുക്കിതാ ഈ വഴിയിലൂടെ അങ്ങോട്ടേക്ക് പോവാം. മഴയുമുണ്ട്, വെയിലുമുണ്ട്. ഇത് എവിടെയായിട്ടെല്ലാം വീടുകളുടെ ആ ഒരു പെയിൻറ്റിങ് കണ്ടില്ലേ. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ടൈപ്പ് ഒരു പെയിൻറ്റിങ് കാണാം. ഇതിനെ ഈ ഒരു കെമിക്കലിനെ ജനദോസം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇത് ഫെവിക്കോളും പിന്നെ ഒരു നീല കളറ്, നമുക്ക് ഏത് കളർ വേണോ ആ കളർ ചേർക്കാം. കൂടുതലും നീല കളറാണ് ചേർക്കുന്നത്. ഉജാല പോലെ ഒരു നീല കളറാണ് ചേർക്കുന്നത്. അപ്പോഴാ ഒരു കളർ ചേർത്തതിന് ശേഷം ഫെവിക്കോളെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അടിക്കും. മുൻപൊക്കെ ഗവൺമെൻറ് സ്കൂള് പിന്നെ അതേപോലെ വലിയ കെട്ടിടങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യുമായിരുന്നു. വീടുകളിലും ചെയ്യുമായിരുന്നു. കൂടുതലും വലിയ ബിൽഡിങ്ങുകളിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെ വലുതായിട്ട് അത് യൂസ് ചെയ്ത് കാണുന്നില്ല. പക്ഷേ തമിഴ്നാട്ടിലെല്ലാം അതിപ്പോഴും, തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് യൂസ് ചെയ്ത് വരുന്നുണ്ട്, വീടുകളിൽ വരെ.
ഇതെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ മിശ്രിതങ്ങളൊന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാരി നിൽക്കുമ്പോൾ നമ്മുടെ ഷർട്ടിലെല്ലാം അതിൻ്റെ കളറ് പറ്റും. അപ്പോഴങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിന്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പെയിൻറ്റർമാർക്ക് ഇതിൻ്റെ ശരിക്കും മിശ്രിതം മിക്സ് ചെയ്യാൻ അറിയുള്ളൂ. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഇടവഴികളിലൂടെ നടന്നു വന്നിട്ട് അമ്പലത്തിനടുത്തുള്ള ഒരു വഴിയിലേക്ക് എത്താറായെന്നാണ് എൻ്റെ വിശ്വാസം. എന്താ നോക്കേ, കുട പിടിച്ച് പോകുന്നത് നോക്കേ. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു ഗോപുരത്തിൻ്റെ ഒരു വശത്തേക്ക് എത്തിയിരിക്കുവാണ്. ഇവിടെ വേറൊരു അമ്പലത്തിൻ്റെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നടക്കുവാണ്, റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുവാണ്. അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വഴിക്കെല്ലാം എന്താ നോക്കേ, ചക്കയെല്ലാം പിളർത്തി വെച്ചിരിക്കുവാണ്. അതേപോലത്തെ ഫ്രൂട്ട്സുകൾ ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ആപ്പിൾ, ഓറഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. കുടയുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാവും എന്നാണ് തോന്നുന്നത് കേട്ടോ. അതാ കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുവാണ്. പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കുവാണ്. എന്തായാലും പെയിൻറ്റിങ് വർക്കുകളെല്ലാം അതിമനോഹരമായിട്ടുണ്ട്. ചില ആൾക്കാർ പറയും ഇതേപോലുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള നിർമ്മിതികളിൽ പെയിൻ്റൊന്നും അടിക്കരുതെന്ന് പറയും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വലിയൊരു നിർമ്മിതി, അതിൽ ഇത്രയും പെയിൻ്റെല്ലാം ചെയ്തപ്പോൾ എത്ര ആളുകൾ ജോലി ചെയ്ത് കാണും, എത്ര ദിവസം ജോലി ചെയ്ത് കാണും. ആളുകൾ തൊഴിൽ ചെയ്ത് ജീവിക്കുക, അതിലാണ് ഏറ്റവും വലിയ കാര്യം. ബാക്കിയെല്ലാം അതിന് ശേഷമേ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്നും കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അവിടെ നിന്നാണ് ബസ്സുള്ളത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ഞാൻ നടന്ന് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുവാണ്. ഇവിടെയായിട്ടൊരു കുറ്റാലം ബസ് നിർത്തിയിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ബസ്സിൽ കയറി കുറ്റാലത്തേക്ക് പോവാം. അങ്ങനെ ഞാൻ കുറ്റാലം ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഈ കാണുന്നതാണ് കുറ്റാലം ബസ് സ്റ്റാൻഡ്. ഈ ബസ്സിലാണ് ഞാൻ വന്നത്. ഇവിടം വരെ വരുന്നതിന് 10 രൂപ. എന്തായാലും ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ടേക്ക് നടന്നു പോയാൽ മതി കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്ക്. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു കുറ്റാലം വാട്ടർഫാൾസിൻ്റെ മെയിൻ ആർച്ചിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. ഇവിടെയായിട്ട് ഈ ഒരു കുറ്റാലം ആർച്ചിന് നേരെ ഫ്രണ്ടിലായിട്ട് സൈഡിലായിട്ട് ചായയും വടയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു ചായ കുടിക്കാം. ഇതാ കണ്ടില്ലേ, വടയും ബജ്ജിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. യെസ്, അങ്ങനെ ചായ വന്നിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാം. ചായ കുടിച്ചിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. കൊള്ളാം, നല്ല ചായ. മഴ പെയ്യുന്നേ പേട്ടെ. ആദ്യം നമുക്ക് ചായ കുടിക്കാം, ബാക്കി പിന്നെ. അങ്ങനെ നമ്മൾ ആർച്ചിനകത്തേക്ക് നടന്നു പോവുകയാണ്. ആർച്ചിന് സൈഡിലായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കിന് ഫ്രീ ആണ്, ഓട്ടോയ്ക്ക് 30 രൂപയും 5 സീറ്റ് കാറിന് 60 രൂപയും 5 സീറ്റിന് മുകളിലുള്ള കാറുകൾക്ക് 90 രൂപയും ബസ്, മിനി ബസ്, ലോറി അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം 120 രൂപയും. കാറ്റൊരു രക്ഷയില്ലാത്ത കാറ്റാണ് അടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ടൊരു കാറ്റടിക്കും, വീണ്ടും ശാന്തമാവും, വീണ്ടും കാറ്റടിക്കും, വീണ്ടും ശാന്തവും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ ഒരു വാട്ടർഫാൾസിനടുത്ത് എത്തിയിരിക്കുവാണ്. വെള്ളം ഇങ്ങനെ എന്താ പറയുന്നത്, കുതിച്ച് ചാടി വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. ഇതെവിടെയായിട്ട് നോക്കേ, കടകളുടെ മുകളിലെല്ലാം കുരങ്ങന്മാർ ആ കുഞ്ഞുമായിട്ട് ചാടാൻ നിൽക്കുക. ഇതെവിടെയായിട്ട് നോക്കേ, ചാമ്പയ്ക്ക, നമ്മുടെ നാടൻ ചാമ്പയ്ക്ക വെച്ചിട്ടുണ്ട്. കൊള്ളാം അല്ലേ, നല്ല ഭംഗിയുണ്ട്. അത് ചെറിയ ഗ്ലാസ്സിനകത്തെല്ലാം ആക്കി വെച്ചിരിക്കുവാണ്. 20 രൂപയാണ് വില. അങ്ങനെ ഞാൻ ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് എത്താറായിരിക്കുവാണ്. ഇവിടെ നമ്മൾ നടന്നു പോകുമ്പോഴേ ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് നോക്കിയതാ, ഓരോന്നും കുരങ്ങ് വലിയ ശല്യമാണ് കേട്ടോ. അത് ഇപ്പോൾ ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് പോയതേ ഉള്ളൂ. ഇതാ കൊണ്ടുപോകുന്ന കണ്ടില്ലേ, ചക്ക. എന്താ ഒരമ്മ കമ്പൊക്കെ ആയിട്ട് വന്നിരിക്കുവാണ്. കുരങ്ങ് എടുത്തിട്ട് പോകും ചക്കയൊക്കെ. ഇതാ മുകളിൽ ഇരുന്ന് കഴിക്കുന്നതൊക്കെ. വലിയ ശല്യമാണ് ഈ കുരങ്ങേ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തിയിരിക്കുവാണ്. ഞാൻ കുറേ നേരം കൊണ്ട് പറയുക അല്ലേ, ഇവിടേക്ക് ആയിട്ട് വരിയായിട്ട് കുരങ്ങന്മാരിയ്ക്കുകയാണ്. ഭയങ്കര സൗണ്ട് കേട്ടോ. ഈ വീഡിയോയിലൂടെ ആ ഒരു മൈക്കിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഓണായിരിക്കുന്നത് കൊണ്ട് വലിയ സൗണ്ട് തോന്നില്ല, പക്ഷേ നല്ല സൗണ്ടാണ് കേൾക്കുന്നത്. ഇവിടെ നിന്ന് നേരിട്ട് നോക്കുമ്പോൾ നല്ല ശബ്ദം, നല്ല ഒരു മുഴക്കം ഉണ്ടല്ലോ, വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് വീഴുന്നതിൻ്റെ ആ ഒരു മുഴക്കം. എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. അടിപൊളി വ്യൂ കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെനക്കെട്ട് വന്നത്.
വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനേക്കാൾ ഭംഗി അത് ദൂരെ നിന്ന് കാണുന്നതാണ്. മുകളിൽ നിന്നും ഒരു സ്ഥലത്തേക്ക് വെള്ളം വന്ന് വീണിട്ട് അവിടെ നിന്ന് തുളുമ്പിയാണ് വെള്ളം വരുന്നത്. കണ്ടില്ലേ? മുകളിൽ നിന്നും ദാ ഇവിടേക്ക് വീഴും, അവിടെ നിന്നും വെള്ളം നിറഞ്ഞ് ദാ താഴേക്ക് വരുവാണ്. അതിമനോഹരമായ കാഴ്ച. അങ്ങനെ ആ വീഴുന്ന വെള്ളം ഒഴുകി ദാ ഇവിടെ ആയിട്ടൊരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജിന് താഴെ കൂടെ എങ്ങനെ പോവുകയാണ്. ഞാൻ പറയുന്നത് വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര സൗണ്ട് ഈ വെള്ളത്തിൻ്റെ. കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ദൈവത്തിന് അറിയാം. വീട്ടിൽ ചെന്ന് എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന്. സാധാരണ ഇങ്ങനത്തെ ഒഴുക്ക് വെള്ളത്തിൽ മീൻ ഇങ്ങനെ ചാടി കളിക്കും. അത് വല്ലതും കാണുമോ നോക്കുവാണ്. പക്ഷേ ഒന്നിനെ അങ്ങനെ കാണുന്നില്ല. ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് മീനുകളിങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ചാടും. കുതിച്ച് ചാടാറുണ്ട്. ഞാനിങ്ങനെ നോക്കുവാണ്, ഇവിടെ അങ്ങനെ കാണുന്നില്ല. ഇത് അവിടെ ആയിട്ട് നോക്കേ, ഒരു മരം ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അത് കൊള്ളാം അല്ലേ? ആ മരത്തിന് ചുറ്റും വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് കുരങ്ങന്മാർക്കും ആർക്കും പോകാൻ പറ്റില്ല. ഒറ്റപ്പെട്ട് നിൽക്കുന്ന മരം. ഇവിടെ ആയിട്ട് നോക്കിയാൽ മുല്ലപ്പൂവിൻ്റെ എല്ലാം കച്ചവടമാണ്. ഇവിടെ കുളിക്കാൻ അനുമതി ഇല്ലെങ്കിലും അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കച്ചവടത്തിനൊന്നും വലിയ കോട്ടം തട്ടിയിട്ടില്ല. പക്ഷേ എന്നാൽ കച്ചവടത്തിന് ചെറിയ കുറവുകളും ഉണ്ട്. ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് നോക്കി ഒരു അമ്പലം കാണാം. ആ അമ്പലത്തിൻ്റെ ആ ഒരു ഗോപുരം എല്ലാം കണ്ടില്ലേ? മഴ നനഞ്ഞിട്ട് പഴയ നിർമ്മിതി. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു വാട്ടർഫാൾസിൻ്റെ അടുത്ത് നിന്നും ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തൂടെ നടന്ന് കച്ചവടങ്ങളെല്ലാം കണ്ടിട്ട് റോഡിലേക്ക് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. സത്യത്തിൽ ഈ വാട്ടർഫാൾസ് കണ്ടിട്ട് നിൽക്കുമ്പോൾ മടുക്കത്തില്ല. കാര്യം വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് വീഴുന്ന ആ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ലൊരു ഫീലാണ്. സത്യത്തിൽ കുളിക്കാൻ അനുമതി ഉള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നതിനേക്കാൾ നല്ലത് കുളിക്കാൻ അനുമതി ഇല്ലാത്ത സമയത്ത് വരുന്നതാണ്. കാര്യം ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റും. ആൾക്കാരൊന്നും ആ ഒരു വെള്ളത്തിൻ്റെ ഇടയിലോട്ടൊന്നും ചെന്ന് കയറാതെ ആ ഒരു വെള്ളത്തിൻ്റെ ഭംഗി, ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നല്ലതുപോലെ കാണാൻ സാധിക്കും. അപ്പോഴെന്തായാലും ഞാനിങ്ങനെ നടന്ന് ഈ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തൂടെ നടന്ന് അങ്ങോട്ടേക്ക് നടക്കുവാണ്, റോഡിലേക്ക് നടക്കുവാണ്. ഇവിടെയായിട്ട് നോക്കേ, മഴ തോന്നപ്പോൾ ഓരോരോ സംഗതികളെല്ലാം തട്ടിൽ ഓരോന്നും നിരത്തി വെക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നിരിക്കുവാണ്. കണ്ടില്ലേ? ഇവിടെ ആയിട്ട് രണ്ട് ഭാഗത്തായിട്ടും ആനയെല്ലാം വെച്ചിട്ട്, ആനയുടെ ശില്പങ്ങളെല്ലാം വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു ഗോപുരമെല്ലാം ആയിട്ട് കൊള്ളാം. കണ്ടില്ലേ? ഇവിടെയുണ്ട് ചെറിയൊരു മണ്ഡപവും ഗോപുരവും എല്ലാം കൂടെ ചേർന്ന് രണ്ട് മണ്ഡപങ്ങൾ അവിടെയും ഉണ്ട്. എന്തായാലും ഈ ഒരു ഗോപുരത്തിലെയും വർക്കുകളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. പഴയ പെയിൻറ്റിങ് എല്ലാത്തിലും, ഒട്ടുമിക്കതിലും പായലെല്ലാം പിടിച്ചിട്ട് ഒരു പ്രത്യേക ഫീൽ. മഴ നനഞ്ഞിട്ടും കൂടി ഇരിക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. മഴ നനഞ്ഞപ്പോൾ അത് കാണാൻ കുറച്ചും കൂടെ ഭംഗി കൂടിയെന്ന് പറയാം. ഇവിടെ അമ്പലത്തിനടുത്തായിട്ട് കാട്ടുതേനെല്ലാം വെച്ചിട്ട് നിൽപ്പുണ്ട്. പ്യുവർ കാട്ടുതേൻ. എത്രയത്? എவ்வளோ റേറ്റ്? ഓ, ചെറിയ ബോട്ടിലിന് 400ഉം വലുതിന് 800 രൂപയാണ്. കണ്ടില്ലേ?
കൊമ്പിലിരുന്ന തേൻ്റെ ആ ഒരു കൂടെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ? കഴിച്ച് നോക്കിയിട്ട് വാങ്ങാമെന്നാണ് പറയുന്നത്. ഇവിടെ ആയിട്ട് നോക്കേ, തേനീച്ച എല്ലാം കയ്യിലെടുത്ത് കാണിക്കുവാണ്. അത്രയും പ്യുവർ ആണെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും കൊള്ളാം അല്ലേ? അങ്ങനെ ഞാൻ ഈ ഒരു ചിപ്സ് എല്ലാം കച്ചവടം ചെയ്യുന്ന ആ ഒരു പരിസരത്തേക്ക് വന്നിരിക്കുവാണ്. ചിപ്സ് മാത്രമല്ല, പലതരം കടകളുണ്ട്. കൂടുതലും ചിപ്സിൻ്റെ കടകളുണ്ട്. ചിപ്സ് ഉണ്ട്, അലുവയുണ്ട്, അങ്ങനത്തെ പലതരം കച്ചവടങ്ങൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗത്തേക്കുള്ളത്. എക്സോസ്റ്റ് ഫാനെല്ലാം വിട്ട് പുറത്തേക്ക് അടിക്കുവാണ്, കണ്ടില്ലേ? അതുകൊണ്ട് നല്ലൊരു മണം ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട്. ചിപ്സൊക്കെ പൊരിക്കുന്നതിൻ്റെ നല്ല മണം. ഇവിടെ ആയിട്ട് നോക്കേ, പച്ച ഏത്തക്കയെല്ലാം തൊലി കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ചിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെത്തിക്കൊണ്ടിരിക്കുവാണ്, കണ്ടില്ലേ? ഇതാ നോക്കേ, ചിപ്സ് അരിയുന്ന മെഷീൻ, ഏത്തക്ക അരിയുന്ന മെഷീനിൽ നിന്നും നേരെ എണ്ണയിലേക്ക് വീഴുവാണ്. നല്ല ചൂട് കേട്ടോ. അങ്ങനെ ഞാൻ 100 രൂപയ്ക്ക് ചിപ്സ് വാങ്ങുവാണ്. നാട്ടിലേക്ക്, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങുവാണ്. 360 ഗ്രാം 100 രൂപ. മതി. അങ്ങനെ ഞാൻ ചിപ്സ് വാങ്ങിയിട്ട് ഒരു ഫ്രൂട്ട്സ് കടയിലേക്ക് വന്നപ്പോഴും നമുക്ക് റംബുട്ടാനും പിന്നെ നമ്മുടെ ആഞ്ഞിലി ചക്കയൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ ചാമ്പയ്ക്ക. അങ്ങനെ ഞാൻ ഈ ഒരു ആഞ്ഞിലി ചക്കയുടെ വില ചോദിച്ചു. 250 രൂപയാണ് കിലോ. അങ്ങനെ ഞാൻ ആ ഒരു ആഞ്ഞിലിച്ചക്ക ഫ്രൂട്ട്സ് കടയുടെ അടുത്ത് നിന്നൊരു കാര്യം പറയാം. ഈ ആഞ്ഞിലിച്ചക്കയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. കൊല്ലത്ത് ആഞ്ഞിലി റോഡെന്ന് പറഞ്ഞൊരു റോഡുണ്ട്, എൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ ആഞ്ഞിലി റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു റോഡിൻ്റെ ഇരുവശത്തായിട്ട് ആഞ്ഞിലി മരങ്ങൾ കൂട്ടത്തോടെ നിൽക്കും. അങ്ങനെയാണ് ആ റോഡിന് ആഞ്ഞിലി റോഡെന്ന് പേര് വീണത്. അങ്ങനെ എൻ്റെ അഹങ്കാരം എന്ന് വെച്ചാൽ, മുമ്പ് സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ആഞ്ഞിലിച്ചക്ക റോട്ടിൽ വീണ് കിടക്കും. അതായത് നമ്മുടെ കൺമുമ്പിലായിരിക്കും വീഴുന്നത്. ഫ്രഷായിട്ട് വന്ന് റോട്ടിൽ ഇങ്ങനെ വീഴും. ചെറുതായിട്ടൊന്നും ഉടഞ്ഞു കാണത്തേ ഉള്ളൂ. എന്നാലും അത് കഴിക്കാതെ ചവിട്ടി പ്ലക്കെന്നാക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴതിൻ്റെ വില 250 രൂപയാണ് 1 കിലോ. ഒന്ന് ആലോചിച്ച് നോക്കിയതാ, ഒന്ന് ചിന്തിച്ച് നോക്കിയതാ ഞാൻ. നമ്മൾ ഈ വെറുതെ ഒരു വിലയും ഇല്ലാത്ത കളയുന്ന ചില കാര്യങ്ങൾക്ക് ചില നാട്ടിലൊക്കെ എന്തു വേണ്ടി വിലയാണെന്ന്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ ആ ഒരു ഫ്രൂട്ട്സ് കടയുടെ സൈഡിൽ തന്നെ നിൽക്കുവാണ്. അതാ നോക്കേ, എൻ്റെ കൊമ്പ് നോക്കേ, സ്റ്റൈലാണോ? വളച്ചൊക്കെ വെച്ചിരിക്കുന്നല്ലോ. അങ്ങനെ മഴ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാനിനി മഴ പൂർണ്ണമായിട്ടും കുറയുന്നവരെ നിന്നാലേ നമ്മുടെ പരിപാടി നടക്കില്ല. എന്തായാലും ഞാൻ മഴ ഒരുവിധം കുറഞ്ഞപ്പോൾ കുട പിടിച്ച് ഒന്ന് നടക്കുവാണ്. കാറ്റ് ഇതെവിടെയായിട്ട് നോക്കി, നേരത്തെ നമ്മൾ കണ്ട പശു എന്തായാലും മഴയത്ത് കയറി നിൽക്കുന്നതുകൊണ്ടേ നനയത്തില്ല. തല മാത്രം നനയുന്നില്ല, ബാക്കിയെല്ലാം പുറത്ത് കിടക്കുവാണ്. ഇതെവിടെയായിട്ടൊരു കടയുടെ പേര് വെറൈറ്റി ആയിട്ടുണ്ട്. ലാല അലുവ, ലാല അലുവ, ലാല അലുവ. കൊള്ളാലോ, പറയാൻ തന്നെ ഒരു എളുപ്പമുണ്ടല്ലേ, ലാല അലുവ. എന്തായാലും നമുക്ക് നോക്കട്ടെ. ഇവിടെ ലൂസായിട്ട് ചെറിയ അളവിൽ കിട്ടുമെങ്കിൽ വാങ്ങി കഴിക്കാം. ഓ, ഇപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് അലുവ തരും. 20 രൂപയേ ഉള്ളൂ. അത് കൊള്ളാലോ. ഇതാ കണ്ടില്ലേ, ചൂടലുവ 20 രൂപയ്ക്ക്. നല്ല അലുവ, കൊള്ളാലോ. ഓ, നല്ല വെള്ളം. എന്താ പറയുന്നത്, നല്ല ബുളുബുളായിരിക്കുന്ന അലുവ. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടലുവ. കൊള്ളാം. നല്ല മഴയത്ത് നല്ല തണുപ്പിൽ ഈ ചൂടലുവ കഴിക്കാൻ നല്ലൊരു ഫീലുണ്ട്. അങ്ങനെ ഞാൻ അലുവയെല്ലാം കഴിച്ചതിന് ശേഷം കുറ്റാലത്തിന് പുറത്തേക്ക് വരുവാണ്. വേറൊരു ആർച്ചിന് പുറത്തേക്ക് വരുവാണ്. നമ്മൾ നേരത്തെ കയറിയ ആർച്ച് അപ്പുറത്തെ ഭാഗത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്തേക്കാണ് തിരികെ ഇറങ്ങിയത്. ഇതാ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ആർച്ചിന് പുറത്തേക്കാണ് ഇറങ്ങിയത്. ഓ, ഭയങ്കര കാറ്റ് കേട്ടോ. എൻ്റെ അമ്മോ, കുട പടപടപടാന്ന് പറഞ്ഞ് അടിക്കുവാണ്. ഇവിടെയായിട്ട് കണ്ടില്ലേ, ഒരു ഹോട്ടലിൽ സവാളയെല്ലാം അരിഞ്ഞിട്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ കുറ്റാലത്ത് പോയിട്ട് തിരികെ വന്നപ്പോൾ ഇവിടെയായിട്ട് ഐന്തരുവി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ബസ് കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് ഐന്തരുവിയും കൂടെ പോയിട്ട് വരാം. കുറ്റാലം പോലെ ഒരു വാട്ടർഫാൾസാണ് ഐന്തരുവിയും.
നമ്മളങ്ങനെ ഐന്തരുവിയിലോട്ട് പോകുന്ന റൂട്ടിലെല്ലാം റിസോർട്ടുകളും റൂമുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതലായിട്ടും ഈ ഒരു വാട്ടർഫാൾസിനെ കേന്ദ്രീകരിച്ചുള്ള ബിസിനസ്സാണ് കൂടുതലായിട്ടും നടക്കുന്നത്. ഇതാ നോക്കേ, ഭയങ്കര കാറ്റാണ് കേട്ടോ. നമ്മൾ പോകുന്ന റൂട്ടിലെല്ലാം നല്ല കാറ്റുണ്ട്. നേരത്തെ കുറ്റാലത്ത് നിന്നപ്പോഴും നല്ല കാറ്റായിരുന്നു. തെങ്ങൊക്കെ നോക്കി ചരിഞ്ഞ് ചരിഞ്ഞ് പോകുന്ന കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഐന്തരുവിയിൽ എത്തിയിരിക്കുവാണ്. ഐന്തരുവിയുടെ പാർക്കിങ്ങിലേക്ക് ബസ് വളച്ചു നിർത്തുവാണ്. ഇവിടെ ഒരു 15 മിനിറ്റ് ബസ് നിർത്തിയിടുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ ഒരു വാട്ടർഫാൾസിൻ്റെ പരിസരത്തേക്കൊന്ന് പോയിട്ട് തിരികെ പോവാം. കുളിക്കത്തട ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഇവിടെ അടുത്തായിട്ടൊരു പ്രൈവറ്റ് ഫാൾസ് ഉണ്ട്. അവിടെ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുളിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു കാര്യവുമില്ല. ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നോക്കേ, മുകളിലായിട്ട് മലയുടെ മുകളിലായിട്ട് കോടമഞ്ഞ്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് പോയി കണ്ടിട്ടേ തിരികെ ഈ ബസ്സിൽ തന്നെ കയറി നമുക്ക് കുറ്റാലത്തേക്ക് പോവാം. അങ്ങനെ ഞാൻ ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ കുളിക്കാൻ സാധിക്കില്ല, പക്ഷേ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം എല്ലാം കാണാം. ഇവിടെ ആയിട്ട് നോക്കിയാൽ വലിയൊരു മരം നിൽപ്പുണ്ട്. അതിന് താഴെയായിട്ട് തറയൊക്കെ ചെയ്തിട്ടുണ്ട്. മഴയില്ലാത്ത സമയത്ത് ഇവിടേക്ക് ഇരിക്കാൻ നല്ല ഒരു ഫീലായിരിക്കും. ഇവിടെയായിട്ട് നോക്കിയാൽ ചെറിയൊരു അമ്പലം എല്ലാം കാണുന്നുണ്ട്. അതെ, ഇവിടെ ആയിട്ട് സ്റ്റെപ്പുണ്ട്. ഇവിടെ കയറി നിന്നാൽ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം നല്ലതുപോലെ കാണാം. അങ്ങനെ ഞാൻ അവിടെ നിന്നും ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നിരിക്കുവാണ്. ഇവിടെയും ഒരു സ്റ്റെപ്പുണ്ട് നടന്ന് അങ്ങോട്ടേക്ക് പോയി നിൽക്കാനേ. അവിടെ എല്ലാം എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഞാൻ വാട്ടർഫാൾസിൻ്റെ അടുത്ത് നിന്നും തിരികെ താഴേക്ക് വരുവാണ്. ഇവിടെ നോക്കേ, ഇവിടെയൊക്കെ ആയിട്ട് കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നും ആക്റ്റീവല്ല, അത്രയ്ക്ക് ആക്റ്റീവല്ല. കാര്യം തിരക്ക് കുറവായതുകൊണ്ട്. കുറ്റാലത്ത് കുളിക്കാൻ പറ്റില്ല എന്ന് അറിയുമ്പോൾ എല്ലാവരും അങ്ങ് തിരികെ പോകും. ഇങ്ങോട്ടേക്ക് വലുതായിട്ട് ആരും അങ്ങനെ വരില്ല. ഇതാ കണ്ടില്ല, ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ചിപ്സ് കടകളും അങ്ങനത്തെ കച്ചവടങ്ങളെല്ലാം ഉണ്ട്. ഞാനിനി തിരികെ ഈ ബസ്സിൽ തന്നെ കയറി കുറ്റാലത്തേക്ക് പോവുകയാണ്. കുറ്റാലത്ത് നിന്നും ചെങ്കോട്ട അല്ലെങ്കിൽ തെങ്കാശിയിലേക്ക് പോകണം. അവിടെ നിന്ന് നമുക്ക് ബസ് കയറി നാട്ടിലേക്ക് പോകണം. അതാണ് പ്ലാൻ. എന്തെങ്കിലും കഴിക്കുകയും വേണം. എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം. അരമണിക്കൂർ ഇടവിട്ട് ഇങ്ങോട്ടേക്ക് ബസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് കുറ്റാലത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, രാത്രി 9 മണി വരെ ബസ് സർവീസ് ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. എന്തായാലും ഞാൻ ബസ്സിലേക്ക് കയറുവാണ്. അങ്ങനെ ഞാൻ കുറ്റാലം ബസ് സ്റ്റാൻഡിൽ ബസ് വന്നിറങ്ങിയിരിക്കുവാണ്. ബസ് വന്നിറങ്ങിയപ്പോൾ തന്നെ ഇതാ വേറൊരു തെങ്കാശി ബസ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ ഈ ബസ്സിലാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഇതിൽ കയറി നമുക്ക് തിരികെ പോവാം. തിരികെ തെങ്കാശിയിലേക്ക് പോകാം. തെങ്കാശി പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നാട്ടിലേക്ക് പോകാം.
അങ്ങനെ ഞാൻ തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് വന്നിറങ്ങിയിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും എന്തെങ്കിലും കഴിക്കണം. കഴിച്ചതിന് ശേഷം നമുക്ക് ബസ്സിൽ കയറി നാട്ടിലേക്ക് വിടാം. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചു. ഒരു സെറ്റ് ചപ്പാത്തി 50 രൂപ. കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വേറൊരു കാര്യം എടുത്തു പറയണം. ഈ ഞാൻ കയറിയ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാനൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിലേക്ക് പോയി. കെട്ട ടോയ്ലറ്റ് എന്ന് വെച്ചാൽ ഒരു വൃത്തിയുമില്ല. അതിനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേ വൃത്തിക്ക് ഒരു കുറവുമില്ല കേട്ടോ. അത് നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം. അപ്പോഴെന്തായാലും ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇനി ഇവിടെ നിന്നും KSRTC ബസ് കയറി നമുക്ക് നാട്ടിലേക്ക് പോകാം. കൊല്ലത്തേക്ക് പോകുന്നതിന് എനിക്ക് തോന്നുന്നു 139 137 അങ്ങനെ ഏതോ ഒരു ചാർജാണ്. 140 രൂപയ്ക്കകത്തേ ഉള്ളൂ. അപ്പോഴെന്തായാലും ആ ഒരു ബസ്സിൽ കയറി നമുക്ക് നാട്ടിലേക്ക് വിടാം. ഒരു ബസ് അവിടെ കിടപ്പുണ്ട്, നോക്കട്ടെ. കൊല്ലം ബസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു കറക്കം വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതാ ഈ നിർത്തിയിട്ടിരിക്കുന്ന ബസ് പുനലൂർ പോകുന്ന ബസ്സാണ് കേട്ടോ. പുനലൂർ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബസ്സിൽ കയറി കണക്ട് ചെയ്ത് വേണമെങ്കിലും നമുക്ക് പോവാം. അങ്ങനെ എന്തായാലും ഞാൻ ഈ പുനലൂർ ബസ്സിൽ കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിന് പിന്നാലെയുള്ള ആ ഒരു ബസ് ഇന്ന് പ്രവർത്തനമല്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എവിടെയെങ്കിലും ചിലപ്പം എന്തെങ്കിലും തകരാറ് പറ്റി കിടക്കുവാണോന്നും അറിയില്ല. എന്തായാലും ഞാൻ ഈ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ കറങ്ങിത്തിരി ഞാൻ വീടെത്തി. കുറേ അലച്ചിലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീടെത്തി. ഇത് പിറ്റേ ദിവസമാണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിലിൽ ഇങ്ങനെ തലയണയെല്ലാം ചാരി വെച്ചിട്ട് ഇരിക്കുവാണ്. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നിർത്താമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ലാസ്റ്റ് ഈ ഒരു കാര്യം കൂടെ പറയാമെന്ന് വിചാരിച്ചത്. KSRTC തന്നൊരു പണിയാണ്. തെങ്കാശിയിൽ നിന്നും കൊല്ലത്തേക്ക് വരുന്ന രാത്രി 8 മണിക്ക് വരുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ ട്രിപ്പ് ക്യാൻസലായിരുന്നു. എന്ന് വെച്ചാൽ എങ്ങനെയോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ എങ്ങനെയോ കാര്യങ്ങൾ സംഭവിച്ചു ആ വണ്ടി ക്യാൻസലായിരുന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയത് രാത്രി 7:15 അത് തെങ്കാശിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി പുനലൂർ വരെ ഉള്ളൂ. തെങ്കാശിയിൽ നിന്നും കൊല്ലത്തേക്ക് വരുന്ന എല്ലാ വണ്ടികളും പുനലൂർ വഴിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ രാത്രി 7:15 കയറിയ ബസ് രാത്രി 9:15 പുനലൂരെത്തി. അപ്പോൾ തെങ്കാശിയിൽ നിന്നും രാത്രി 8 മണിക്ക് എടുക്കുന്ന വണ്ടി രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പുനലൂർ എത്തേണ്ടതാണ്. അങ്ങനെ ഞാനും പിന്നെ ബസ്സിൽ കയറിയ കൊല്ലത്തോട്ട് വരുന്ന എല്ലാവരും പുനലൂർ സ്റ്റാൻഡിൽ വന്നിട്ട് കാത്തു നിൽക്കുവാണ്. 8 മണിക്ക് തെങ്കാശിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് പുനലൂരേക്ക് വരാത്തത് കൊണ്ട് രാത്രി 11:15 വരെ പുനലൂർ നിൽക്കേണ്ടി വന്നു. അതായത് രാത്രി 9:15 പുനലൂർ എത്തിയതാണ്. എന്നിട്ട് 9:15 മുതൽ 11:15 വരെ, അതായത് രാത്രി 9:15 തെങ്കാശിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയുണ്ട്. അത് പുനലൂർ എത്താൻ രാത്രി 11:15 ആവും. അപ്പോൾ ആ ബസ് വരുന്നത് വരെ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു. സത്യത്തിൽ KSRTC ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിക്ക് തെങ്കാശിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് 10 മണിക്ക് പുനലൂർ എത്തുമല്ലോ. അപ്പോൾ പുനലൂർ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പുനലൂരിൽ നിന്ന് വേറൊരു ബസ് അറേഞ്ച് ചെയ്ത് കൊല്ലത്തേക്ക് വിടുവല്ലേ വേണ്ടത്. അങ്ങനല്ലേ ഒരു ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനം പ്രവർത്തിക്കേണ്ടത്. ഇത് ആളുകളുടെ സമയത്തിന് ഒന്നിനും ഒരു വിലയില്ല. ആളുകൾ അവിടെ ബസ് സ്റ്റാൻഡിൽ വന്ന് കാത്തു നിൽക്കുവാണ്. അതും ഭയങ്കര മഴയാണ്. രാത്രി നല്ല മഴയായിരുന്നു. ആ ഒരു തണുപ്പത്ത് ബസ് സ്റ്റാൻഡിൽ വന്ന് കാത്ത് കൊതുകടിയും കൊണ്ട് നിൽക്കുവാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. KSRTC ഹോസ്പിറ്റലിനകത്തേക്ക്, ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് ബസ് കയറ്റി ആൾക്കാരെയൊക്കെ രക്ഷിക്കുന്നത്. അതായത് ബസ്സിനകത്ത് വെച്ച് അസുഖങ്ങളൊക്കെ വന്നവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും പിന്നെ പോലീസ് സ്റ്റേഷനകത്തേക്കെല്ലാം കള്ളനുമായിട്ട് ബസ് അകത്തേക്ക് കയറുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം. പക്ഷേ KSRTCയുടെ പ്രാഥമിക ധർമ്മം എന്താണ്? ഒരു സ്ഥലത്ത് നിന്നും ആൾക്കാരെ കയറ്റി ടിക്കറ്റ് വാങ്ങി വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുക. അതല്ലേ പ്രാഥമിക ധർമ്മം. അത് കൃത്യമായിട്ട് നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ? അത് സത്യത്തിൽ എനിക്ക് പലപ്പോഴും നേരിട്ടിട്ടുണ്ട്. അത് പല സാഹചര്യങ്ങളിലും പറയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഒരു മാധ്യമമില്ലായിരുന്നു. ഇപ്പോഴാണ് യൂട്യൂബ് ചാനലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സത്യത്തിൽ ഞാൻ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അല്ലാതെ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് നാട്ടിലേക്ക് വരുന്നവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കെ, എന്തുമാത്രം ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. തെങ്കാശിയിൽ നിന്നും പുനലൂർ വരെ വരുന്നതിന് 83 രൂപയാണ് ചാർജ്. പിന്നെ പുനലൂരിൽ നിന്നും കൊല്ലം വരെ വരുന്നതിന് 61 രൂപയാണ് ചാർജ്. ഇപ്പോൾ KSRTC ബസ്സിലെല്ലാം ഗൂഗിൾ പേ സംവിധാനം വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ബസ്സുകളിലും അത് വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ നിങ്ങൾ എന്തായാലും ചോദിക്കുക. ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ചോദിക്കുക, ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്.